ടികോമിന് നഷ്ടപരിഹാരം നൽകി സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കത്ത്. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ടികോമിൽ നഷ്ടപരിഹാരം ഈടാക്കാം എന്ന കരാറുള്ളപ്പോൾ കമ്പനിക്ക് പണം നൽകുന്നത് സംസ്ഥാന താൽപര്യത്തിനെതിരാണെന്നും കത്തിൽ പരാമർശമുണ്ട്. സലിം മാലിക് ഒരുങ്ങും വച്ചിരുന്നു. സലിം, അന്ന് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞത് ഇത് വലിയ ഭൂമിക്കൊള്ളയ്ക്കുള്ള കളമൊരുക്കലാണ് എന്നുള്ളതാണ്. അത് ഈ കത്തിൽ ആരോപിക്കുന്നുണ്ടോ സലിം? ലക്ഷ്മി, ഉറപ്പായും പ്രതിപക്ഷ നേതാവ് കത്തയച്ചിരിക്കുന്നത് ഈ വലിയ വിമർശനങ്ങളോട് കൂടി തന്നെയാണ്. സർക്കാരിനെ വിമർശിക്കുന്ന നിലയിലാണ് കത്ത് അയച്ചിരിക്കുന്നത്. അതിൽ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് തുടങ്ങുന്ന ആ കത്തിന് ഇടയിൽ പറയുന്നത് തന്നെ ഭൂമിക്കച്ചവടമാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്ന ആക്ഷേപം വ്യാപകമാണ് എന്ന മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു കുത്തുകൂടി നൽകിയാണ് പ്രതിപക്ഷ നേതാവ് ആ കത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, വ്യവസ്ഥകൾ ലംഘിച്ച ടികോമിന് അങ്ങോട്ട് പണം നൽകി പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള ഏകപക്ഷീയമായ തീരുമാനമാണ്. അത് സർക്കാർ പുനരാലോചിക്കണം. പ്രത്യേകിച്ചും വ്യവസ്ഥകൾ ലംഘിച്ചാൽ ടികോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാം എന്നുള്ളതാണ് കരാർ. ആ കരാർ നിലനിൽക്കുകയാണ് കമ്പനിക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകുന്നത്. അത് സംസ്ഥാന താൽപര്യത്തിനെതിരാണ് എന്നുകൂടി പറയുന്നു. അത് മാത്രമല്ല, കരാറുമായി ബന്ധപ്പെട്ട ഓരോ രേഖകളും അതിലെ 2007 ഉണ്ടാക്കിയ ഫ്രെയിംവർക്ക് എഗ്രിമെന്റും ഉൾപ്പെടെയുള്ളവ വിശദമായി സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. മാത്രമല്ല, ബാക്കി കാര്യങ്ങൾ പോലും ഈ കരാറിലെ 7.22 പ്രകാരമുള്ള ടികോമിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. എത്രയും വേഗത്തിൽ തന്നെ ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം. അതല്ലെങ്കിൽ അത് ദുരൂഹമാണ്, സർക്കാരിന്റെ നീക്കം ദുരൂഹമാണ് എന്ന് സംശയിക്കും എന്നുൾപ്പെടെ പ്രതിപക്ഷ നേതാവ് കത്തിലൂടെ തന്നെ ആരോപിക്കുകയും ചെയ്യുന്നു. ഹാഷ്മി, സലിം മാലിക്കാണ് വാർത്ത നൽകിയത്. ടികോം പ്രവർത്തനം അവസാനിപ്പിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കാനുള്ള നടപടി, അത് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടി സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്.